എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കൻ സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ട് സമാധാന കരാറിൽ പഴുതുകളുണ്ടാക്കി ഗാസയിൽ പരമാവധി ആക്രമണം നടത്താമെന്നാണ് നെതന്യാഹു കരുതുന്നത്. ഇത് ലെബനോനിൽ നെതന്യാഹു ഒരു കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഭ്യാസമാണ്. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി അവരെ നിർജീവമാക്കിയതിനു ശേഷം തുടർച്ചയായി ലെബനോനെ ഇസ്രയേൽ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ എന്ന വ്യാജേനയാണ് ഈ ആക്രമണങ്ങൾ ലെബനോനിൽ സൈനിസ്റ്റ് ഭീകരർ നടത്തുന്നത്. എന്നാൽ ജൂത ചതിയുടെ ആ തന്ത്രം ഗസയിൽ ഇപ്പോൾ ചിലവാകാതെ വരുന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഈജിപ്തിനെയും ഖത്തറിനെയും ഒക്കെ സാക്ഷിയാക്കി ട്രംപ് തന്നെ നേരിട്ട് വന്ന് ഗസയിലെ ഒരു കരാർ ഉണ്ടാക്കിയപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാതെ നെതന്യാഹു വിട്ടുനിന്നത് ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ ട്രംപ് തങ്ങൾക്ക് വാങ്ങിത്തരികയും അതിനുശേഷം ഗസയെ വീണ്ടും തോന്നിയതുപോലെ ആക്രമിക്കാം എന്നൊക്കെ കരുതിയാണ്. ലോകം മുഴുവൻ ട്രംപിനെ പ്രശംസിക്കുകയും ഈ പുണ്യകർമ്മം ചെയ്തു എന്ന പേരിൽ നോബൽ സമ്മാനം ചോദിച്ച് നടക്കുകയും ഒക്കെ ചെയ്ത ട്രംപ് നോബൽ സമ്മാനം വേറെയാൾക്ക് പോയി എന്ന് മനസ്സിലായപ്പോൾ നെതന്യാഹുവിന് ഗസയെ ആക്രമിക്കാൻ ആവേശമുണ്ടാക്കുന്ന തരത്തിൽ ഹമാസ് സ്വയം നിരായുധീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അമേരിക്ക തന്നെ നേരിട്ട് ആ പണിക്കിറങ്ങും, അതുപോലെ തന്നെ മരിച്ച ബന്ദികളെ വേഗം തിരികെ കൊടുത്തില്ലെങ്കിൽ ഗസയെ ഞങ്ങൾ വീണ്ടും ചുടും എന്നൊക്കെ പഴയ പാട്ടുപാടി തനി കൊണം പുറത്തെടുക്കാൻ തുടങ്ങിയതോടെ നെതന്യാഹു വീണ്ടും പഴയതുപോലെ ഗസയ്ക്ക് മേൽ ആക്രമണം കൊണ്ട് അഴിഞ്ഞാടാനാണ് തുടങ്ങിയത്. ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ഹമാസ് നിരായുധീകരിക്കണം, ബന്ദികളായിരിക്കെ ഗസയിൽ കൊല്ലപ്പെട്ട ജൂതരെ മാന്തിയെടുത്ത് കൊടുക്കാൻ ഹമാസ് അലസത കാണിക്കുന്നു എന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണത്തെ നടത്തിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്ക് കൂടി ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ബില്ല് കൂടി അവരുടെ പാർലമെന്റായ നെസറ്റിൽ പാസ്സാക്കിയെടുത്ത് താൻ കൂടുതൽ മിടുക്കനാണ് എന്നൊക്കെ തെളിയിക്കാനും നെതന്യാഹു ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ ഹമാസിനെ നിരായുധീകരിക്കണമെന്ന ട്രംപിന്റെയും നെതന്യാഹുവിന്റെ ഒക്കെ മോഹം നാലായി ചുരുട്ടി പോക്കറ്റിൽ വെച്ചേക്കാൻ പറഞ്ഞുകൊണ്ട് ഗാസയുടെ അതിർത്തിയിലുള്ള ഇസ്രയേലിന്റെ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ഹമാസും അതിശക്തമായി തിരിച്ചടിച്ചതോടെ യുദ്ധം മുറുകി വരുന്നതായി അമേരിക്കൻ ഇസ്രയേൽ ഭീകരർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ ദിവസങ്ങളിൽ വ്യാപകമായി ഇസ്രായേൽ സൈന്യത്തിന്റെ ക്യാമ്പുകളും സൈനിക വാഹനങ്ങളും ഒക്കെ ലക്ഷ്യമിട്ട് ബോംബ് സ്ഫോടനങ്ങളും വെടിവെപ്പും ഒക്കെ ഹമാസ് നടത്തിയതോടെ ജൂത സൈനികർ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനിടെ ഗാസയിലെ യെല്ലോ ലൈനിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ പലസ്തീൻ കുട്ടികളെയും വെടിവെക്കാൻ ഇസ്രായേൽ മന്ത്രിയായ ഇറ്റാമിർ ബെൻഗുർ അവരുടെ സൈന്യമായ IDF-നോട് ഉത്തരവിടുകയും ചെയ്തത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയുമാണ് ഉണ്ടായത്. ഈ യെല്ലോ ലൈൻ എന്നൊക്കെ പറയുന്നത് ഗസയുടെ ഭൂരിപക്ഷം ഭാഗങ്ങളിലും ഇവന്മാർ സ്വയം നിർണയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഏരിയകളാണ്. ഇത് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവുകയില്ല. അവിടേക്ക് ആരെങ്കിലും കടന്നാൽ വെടിവെക്കുക എന്നത് ശരിക്കും തന്തയില്ലായ്മ എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഇറ്റാമിർ ബെൻഗിർ, സ്ട്രോവിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിൽ 2 തീവ്ര മന്ത്രിമാരുണ്ട്. ഇവന്മാർക്ക് രണ്ടിനും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഭീകരന്മാരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഇവന്മാർക്ക് രണ്ടിനും ഇസ്രായേലികൾക്കിടയിൽ പോലും പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്തവന്മാരാണ്. കാരണം കിട്ടിയ നാട്ടുകാർ തന്നെ ഇവന്മാരെ തട്ടിക്കളയും. അത്രയധികം ഉപദ്രവമാണ് ഇവർ ഇസ്രായേലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം മന്ത്രിയൊക്കെയാണ്, പക്ഷേ ഇവരുടെ നാവെന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമാണ് എന്നുള്ളതാണ്. ഇവനൊക്കെ കൂടിയാണ് നെതന്യാഹുവിനെ മൂപ്പിച്ച് യുദ്ധം ഇത്രയും നാൾ നീട്ടിക്കൊണ്ടുപോയി വഷളാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവരൊക്കെ വളരെ സമാധാനത്തോടു കൂടി സംസാരിച്ചിരുന്നെങ്കിൽ ഒരു മാന്യമായ വിജയം പോലും ഇസ്രായേലിന് ചിലപ്പോൾ അവകാശപ്പെടാമായിരുന്നു. ഇപ്പോഴതല്ല സംഭവിച്ചിരിക്കുന്നത്. ഹമാസിനെ നിർബന്ധിച്ച് ഒരു കരാറിലേക്ക് കൊണ്ടുവന്ന് അവരവരുടെ ബന്ദികളെ തിരിച്ചെടുക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയൊക്കെയാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും ഗസയെ ആക്രമിക്കുകയാണ്. ഞങ്ങൾ ഗസ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇതൊക്കെ ആണുങ്ങൾ തമ്മിൽ ഉത്തരവാദിത്തമുള്ളവർ തമ്മിൽ ചെയ്തിട്ടുള്ള ഒരു കരാറാണ്. ആ കരാർ ഇവനൊക്കെ കൂടി തോന്നിയ പോലെ നശിപ്പിക്കാൻ കഴിയില്ല. ഇത് മിഡിൽ ഈസ്റ്റിന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ സുരക്ഷയുടെ തന്നെ ഒരു പ്രശ്നമാണ്. ആ കരാറിനെ ഇസ്രായേലിലെ തീവ്രവാദികളായ കുറച്ച് മന്ത്രിമാർ കൂടി പൊളിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് വെറുതെ തന്നെയാണ്. ഇസ്രായേൽ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ഹമാസിൽ നിന്നും ജൂതന്മാർക്ക് ശരിക്കും തിരിച്ചടി കിട്ടുന്നു എന്ന് മനസ്സിലായതോടെയാണ് ഇപ്പോൾ ട്രംപ് തന്നെ നീതിമാൻ ചവഞ്ഞ് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ നെതന്യാഹു തീരുമാനിച്ചാൽ ഇസ്രായേലിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയും നഷ്ടപ്പെടുമെന്നാണ് ട്രംപ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ടൈം മാഗസിന് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ബില്ലൊക്കെ പാസ്സാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് നേരെ സൈന്യത്തെ വിട്ടുകൊണ്ട് അവിടെയുള്ള പലസ്തീനികളെല്ലാം തല്ലി ഓടിച്ച് ആ സ്ഥലം പിടിച്ചെടുത്ത് ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർത്താൽ മതി. ഇങ്ങനെയൊക്കെ അവർ കരുതിയിരുന്നത്. അതിനെ ട്രംപ് കടക്കെ തന്നെ വെട്ടിയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക് പിടിക്കുക എന്നുള്ള മോഹം കൈവച്ചേക്കാനാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കാരണം അയക്കറിയാം വെസ്റ്റ് ബാങ്ക് പിടിക്കുക എന്നുള്ളത്
ഈ ഹമാസും അല്ലെങ്കിൽ പലസ്തീനുകളുമായിട്ട് ഇസ്രായേൽ വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ കാരണമാകും എന്ന് ട്രംപ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ട്രംപ് തന്നെ നേരിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സംഘർഷം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഗസയെ ആക്രമിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി US സൈന്യം തന്നെ നേരിട്ട് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഗസയുടെ മുകളിലൂടെ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ട്രംപ് അറിയും, നെതന്യാഹുവിനെ പിടിച്ച് പേടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ തന്നെ നേരിട്ട് നിരീക്ഷണം നടത്തുകയാണ്. ഒരു കാരണവശാലും ഗസയെ ആക്രമിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് ട്രംപ് ഇപ്പോൾ നെതന്യാഹുവിന് നൽകിയിട്ടുള്ളത്. ഇത് ധിക്കരിച്ചുകൊണ്ട് ഗസയിൽ ആക്രമണം നടത്തിയാൽ എൻ്റെ പിന്തുണ ഉണ്ടാവില്ല എന്ന് ട്രംപ് പറയുമ്പോൾ ഹമാസിനെ തകർക്കാൻ ഇവർക്ക് കഴിയില്ല എന്ന ഉത്ബോധമാണ് ട്രംപിനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ ഈ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി നെതന്യാഹു പറയുന്നത്, ട്രംപ് അങ്ങനെയൊക്കെ പറയും, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞെങ്കിലും ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ വാലും ചുരുട്ടി ഗാസയിലെ ആക്രമണം നിർത്തി ഭീകരനായ നെതന്യാഹു ഇപ്പോൾ മാറി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നത് യാതൊരുവിധ പവറുമില്ലാത്ത, ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ ഞങ്ങളുടെ ക്ലയന്റ് ആണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ അർത്ഥമാക്കുന്ന തരത്തിൽ വെറും നാണം കെട്ട ഒരു രാജ്യമാണ് എന്ന് പറയേണ്ടതുണ്ട്. ട്രംപ് എന്ത് പറഞ്ഞാലും അനുസരിച്ച് കാഴ്ചവട്ടിൽ ഈ രാജ്യം കിടന്നോളണം, അതാണ് നിയമം. ട്രംപ് വിളിക്കുമ്പോൾ ഉടുപ്പെടുത്തിട്ട് നെതന്യാഹു അമേരിക്കയിലേക്ക് ഓടി ചെല്ലേണ്ടതുണ്ട്. അമേരിക്കൻ അടിമത്തം തന്നെയാണ് സയനിസ്റ്റിന്റെ ചോറ് എന്ന് നമ്മൾ അറിയണം. ഈ അടിമത്തം നൽകുന്ന ധൈര്യമാണ് അവരുടെ ശക്തിയായ ലോകത്തിന് മുന്നിൽ അവരിപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, അമേരിക്ക പിന്മാറിയാൽ ഇസ്രായേൽ എന്ന രാജ്യമില്ല, അത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരും കൂടി കത്തിച്ചു കളയും. ട്രംപിന്റെ അമേരിക്കയുടെ പിൻബലമില്ലാതെ ഇസ്രായേലിന് അറബ് രാജ്യങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടാണ് ഇവന്മാർ കിടന്ന് ഇളക്കുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ഇസ്രായേലി അനുകൂലികളായ കുറച്ച് യൂട്യൂബർമാരും ഇവന്മാരൊന്നും കാര്യങ്ങൾ അറിയാതാണ് ഇക്കാര്യം തള്ളിമറിക്കുന്നത്. ഇത് കേൾക്കുന്നവൻ അതിനേക്കാൾ വലിയ മണ്ടത്തരം, അവന് യാതൊരുവിധ സാമൂഹിക ബോധവും ഇല്ല, എന്താണ് നടക്കുന്നത് ലോകത്ത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാത്തവനാണ് ഇതിൻ്റെ അടിയിൽ ചെന്നൊക്കെ കമൻ്റ് ഇട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഡ്ഢികളെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇസ്രായേൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അടിച്ച് കയറ്റിയിരിക്കും. സത്യത്തിൽ ഇസ്രായേൽ എന്താണ്? ഇസ്രായേൽ അമേരിക്കയുടെ വെറും ഒരു അടിമ രാജ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ട് കാലം എന്നിട്ട് പറയുന്നത് 51ാമത്തെ സ്റ്റേറ്റാണെന്നാണ് പറയുന്നത്. എന്ത് 51ാമത്തെ സ്റ്റേറ്റ്? അമേരിക്കയ്ക്ക് 50 സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ 51 എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരും അംഗീകരിച്ചിട്ടൊന്നുമില്ല. അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു തീരുമാനവും ഇല്ല, അങ്ങനെ ഒരു നിലപാടുമില്ല. പിന്നെ എങ്ങനെ 51ാമത്തെ സ്റ്റേറ്റ് ആകുന്നത്? അതിപ്പം ഇന്ത്യ ആയാൽ പോലും അമേരിക്ക പറയുന്നതെല്ലാം കേട്ട് അമേരിക്ക അടിമയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക എല്ലാവിധ സഹായം ചെയ്തു തരും. അതിൻ്റെ അർത്ഥം ഇന്ത്യ വൻ ശക്തിയാവുമെന്നൊന്നും ഉണ്ടോ? ഇത് തന്നെയാണ് ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേലിനെ കൈവിട്ട ഇസ്രായേൽ തീർന്നു. എന്നാൽ നെതന്യാഹുവിനെ ഇസ്രായേലിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഇതേ ട്രംപിനെ വരച്ച വരയിൽ നിർത്തുന്നത് ഇപ്പൊ ഖത്തറാണ്. ഈ ഖത്തറാണല്ലോ ഇപ്പൊ യുദ്ധം നിർത്താൻ വേണ്ടി, വെടിനിർത്തലിനൊക്കെ വേണ്ടി മധ്യസ്ഥരായി നിന്നത്. ഖത്തറും ഈജിപ്തിലെ അതിന്റെ പ്രസിഡന്റായ സിസി ഒക്കെയാണ്. ഈ ഖത്തർ കാരണമാണ് ട്രംപ് നെതന്യാഹുവിനോട് ഗസയിലെ ആക്രമണം നിർത്തണം എന്ന് കർശനമായി പറയാൻ തന്നെ കാരണം. ട്രംപ് പറയുന്നത് അറബ് രാജ്യങ്ങൾക്ക് ഞാൻ വാക്ക് നൽകിയത് കൊണ്ട് അത് പാലിക്കാൻ ഞാൻ നിർബന്ധിതനാണ് എന്നാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്ന എത്ര വാക്കുകളാണ് അയാൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കുന്നത്. എന്നും ഓരോ ദിവസം ഓരോ തട്ട് തട്ടും, പിറ്റേ ദിവസം അയാളത് പിൻവലിക്കും. അയാളുടെ വാക്കിൻ്റെ കാര്യമൊക്കെ അങ്ങ് വെക്ക്, അതൊക്കെ ചുമ്മാതാണ്. സംഭവമൊന്നുമല്ല. ഈ അറബ് രാജ്യങ്ങളെയൊക്കെ പിന്തുണ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ച് വളരെ ഭയമുള്ള കാര്യമാണ്. അതുപോലെ ട്രംപ് പറയുന്നത് ഹമാസിന്റെ നേതൃത്വത്തെ വധിക്കാനെന്ന വ്യാജേന ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 ഖത്തറിലെ ദോഹയിൽ നടത്തിയ ആക്രമണമാണ് ഇസ്രായേലിന്റെ നയതന്ത്രപരമായ തെറ്റ് എന്നാണ്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ പല വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. ഈ നെതന്യാഹു ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഖത്തറിന് മേൽ ആക്രമണം നടത്തിയെന്നുള്ളത്. ലോകത്ത് ഇന്നും സമ്പത്തിന് തന്നെയാണ് വില. ഖത്തർ പണം കൊടുത്ത് വിലക്കെടുത്ത് വെച്ചിരിക്കുകയാണ്. ഖത്തർ മാത്രമല്ല, സൗദിയും UAE എല്ലാം പണം കൊടുത്ത് തന്നെയാണ് ഈ ട്രംപിനെ വിലക്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ട്രംപിനെ അനുസരിക്കേണ്ടതുണ്ട്. അവരിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കിനെയൊന്നും ചുമ്മാ തള്ളിക്കളയാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ കാശ് താന്നൊന്നും ട്രംപിന് പോയി പറയാൻ പറ്റില്ല. അവരുമായി നേരിട്ട് ട്രംപ് സംസാരിച്ചതിന് ശേഷമാണ് അയാൾ ഈജിപ്തിൽ വരികയും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല കാശ് അയാൾ മേടിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവരോട് മേടിച്ച കാശിന് ഒരു ഉത്തരവാദിത്തം വേണമെന്നുണ്ടെങ്കിൽ ഈ ഗസയിലെ യുദ്ധം പൂർണ്ണമായും നിർത്തേണ്ടതുണ്ട്. അതല്ലാതെ ബന്ദികളെല്ലാം തിരികെ കിട്ടിയപ്പം പിന്നെ നെതന്യാഹു അവിടെ കയറി ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ട്രംപിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ട്രംപ് പറയുന്നത് തന്നെ, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ബഹുമാനം എനിക്ക് കിട്ടണം എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ രാജ്യങ്ങളും അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇടപെട്ട് നടത്തിയിട്ടുള്ള കരാറുകൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന നിർബന്ധമാണ് ട്രംപ് ഇപ്പോഴുള്ളത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം വേണമെന്ന് ട്രംപ് ആഗ്രഹിച്ചാൽ
അത് നടക്കുമെന്നുള്ളതാണ് വാസ്തവം. കാരണം നെതന്യാഹുവിനെ കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ഈ ട്രംപ് തന്നെയാണ്. അതല്ലെങ്കിൽ അമേരിക്കയിൽ മാറി മാറി വരുന്ന പ്രസിഡന്റുമാർ തന്നെയാണ്. എന്നാൽ സ്ഥിരമായി മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് നഷ്ടമാണെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നതുകൊണ്ട് ഇതിലൂടെ നേട്ടമുണ്ടാക്കുന്നത് ഇറാനാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇറാന് അറബ് രാജ്യങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിക്കുകയാണ്. ഇറാനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെ ഇപ്പം മത്സരിക്കുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വലിയ ഭീഷണിയായിട്ടാണ് മാറുന്നത്. മിഡിൽ ഈസ്റ്റിൽ സ്ഥിരമായി യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് ഇസ്രായേലിന്റെ തകർച്ചയ്ക്കും അമേരിക്കയുടെ വളർച്ചയും നഷ്ടപ്പെടുത്തുന്ന ഒരു കച്ചവടമാകും എന്ന് കണ്ടുകൊണ്ട് ട്രംപിനുണ്ടായ മനമാറ്റമാണ് ഇപ്പോൾ നെതന്യാഹുവിനെ ശാസിക്കാനെങ്കിലും അയാൾ തയ്യാറായിട്ടുള്ളതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രംപ് നെതന്യാഹുവിന് മേൽ നടത്തിയ ഈ ഭീഷണിക്ക് ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ അറിയേണ്ടതാണ്. വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേലിന്റെ മുഴുവൻ സൈന്യത്തെയും പിൻവലിക്കാൻ അവർ ആലോചിക്കുന്നതായിട്ട് ഇപ്പോൾ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂത അധിനിവേശ ക്രിമിനലുകളെ ഉപയോഗിച്ച് സൈന്യത്തിന്റെ പ്രൊട്ടക്ഷനോടുകൂടി വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ കുടുംബങ്ങളെ ഇറക്കി വിട്ട് അവരുടെ വീടുകളും സ്ഥലങ്ങളും പിടിച്ചെടുത്ത് വെസ്റ്റ് ബാങ്ക് മുഴുവനും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാൻ ബില്ലും പാസാക്കിയ നെതന്യാഹു ഇപ്പോൾ അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് ആ പ്രദേശം പലസ്തീൻ അതോറിറ്റിക്ക് തിരികെ കൊടുക്കേണ്ടി വരികയാണ്. ഇതോടെ ഈ പലസ്തീൻ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയ ജൂത സൈനിസ്റ്റ് ഭീകര കുടുംബങ്ങളിൽ കൂട്ട നിലവിളിയാണ് ഇപ്പോഴുള്ളത്. സൈന്യം ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ നിന്നും പിന്മാറുന്നതോടെ ഹമാസോ വെസ്റ്റ് ബാങ്കിലെ മറ്റ് പലസ്തീൻ അനുകൂല സംഘടനകളോ ഈ കയ്യേറ്റക്കാരെ വീടിനുള്ളിലിട്ട് കത്തിക്കും എന്ന് ഇവന്മാർക്ക് നന്നായിട്ടറിയാം. കാരണം ഇവരുടെ ക്രൂരത അത്തരത്തിലാണ് ഹമാസിന് അല്ലെങ്കിൽ പലസ്തീനികൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സുരക്ഷാ ഭയന്ന് ഈ കയ്യേറ്റക്കാരും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിപ്പം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനധികൃത ജൂത ഭീകര കയ്യേറ്റക്കാർ എന്നത് വെറും വൃത്തികെട്ട ജീവികളാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഗസയിൽ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളുടെ സഹായമൊക്കെ ആയിട്ട് ട്രക്കുകൾ ഗസയിലേക്ക് കടന്നു വരുമ്പോൾ ഗസയുടെ ക്രോസിംഗിൽ വെച്ച് ഈ ട്രക്കുകളെ അവർ തടയുകയും ആ ട്രക്കുകൾക്കുള്ളിലുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളയുന്ന കയ്യിരിപ്പാണ് ഈ ചെകുത്താന്മാർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രചരിക്കുന്ന വീഡിയോകൾ കാണുന്ന മനുഷ്യത്വമുള്ളവർക്ക് ഒരു വിധത്തിലും ജൂത സമൂഹത്തെ അംഗീകരിക്കാൻ കഴിയാതെ വരികയാണ്. ജൂതർ ലോകത്തിന്റെ ക്യാൻസറാണ് എന്ന് പറയുന്നത് വെറുതെ എല്ലാം ഓർക്കണം. നല്ലൊരു വിഭാഗം ജൂതരും കടുത്ത വർഗീയ വിദ്വേഷം പുലർത്തുന്നവരാണ്. അപ്പൊ ഇത്തരക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയ ഭവിഷ്യത്തുകളാവും പിന്നീട് ഉണ്ടാവുക. ഇവർ ചെയ്ത ക്രൂരതകൾക്കുള്ള ഫലം ഇവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ. എന്തായാലും ഗസയിൽ നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും എല്ലാ അടവുകളും ചതിവുകളും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ലോകം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പം പുതിയ സമാധാന നീക്കവുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഗസ ഏതെങ്കിലും ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി സകല നമ്പരും രണ്ടുപേരും കൂടി ഇറക്കി നോക്കി. ചിലവാകാതെ വന്നപ്പം ഇനി ഗസ ആക്രമിക്കരുത്, നമുക്ക് യുദ്ധം നിർത്തണം, നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ് എന്നൊക്കെ രീതിയിൽ ട്രംപ് ഇപ്പോൾ നല്ല വിള കളിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് വെറുതെയാണ്. ഇവർക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗസയെ ആക്രമിക്കും. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവർക്ക് കഴിയുന്നില്ല, ഹമാസിനെ അവർക്ക് നേരിടാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു പുതിയ നമ്പർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിച്ചു എന്ന് നമുക്ക് പറയാനൊന്നും കഴിയില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.